എടുത്ത ഫോട്ടോസ് ഒക്കെ പതിഞ്ഞിട്ടുണ്ടല്ലോ അല്ലേ? ആ എന്തായാലും പറഞ്ഞിട്ടുണ്ടാവും. നല്ല ഫോട്ടോസ് ആയിരിക്കും. ആ ബർത്ത്ഡേ ഗേളിന്റെ ഡ്രസ് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. വാരിയതാണോ? ഏ കോഴ്സ് കഴിയാൻ ഇനി ഒരു 3-4 മാസമല്ലേ ഉള്ളൂ. 4 മാസം. എന്നിട്ട് എന്താ പരിപാടി? പാസ്സാവണം, ഒരു ഡിസൈനിങ് കമ്പനിയിൽ വർക്ക് ചെയ്യണം, പിന്നെ ഒരു ഡിസൈനിങ് സ്റ്റുഡിയോ തുടങ്ങും. നമ്മൾ ഡിസൈൻ ചെയ്തത് ഏതെങ്കിലും ഒരു സെലിബ്രിറ്റി ഇട്ട് കാണുന്നത് ഒരു രസമല്ലേ? നടക്കും, എല്ലാം നടക്കും. ഞാൻ പ്രാർത്ഥിക്കാം. ഇയാളുടെ പ്ലാൻ എങ്ങനെയാ? മെക്കാനിക്കൽ അല്ലേ? വർക്ക്ഷോപ്പ് ഒക്കെ ഇട്ട് അങ്ങനെ പോവല്ലേ? ഹേ, മെക്കാനിക്കലൊക്കെ ഇപ്പൊ കഴിയും. എനിക്കൊരു മ്യൂസീഷ്യൻ ആവണം. പിന്നെന്തിനാ മെക്കാനിക്കൽ പഠിച്ചേ? മ്യൂസിക് പഠിക്കാറുന്നില്ലേ? അതോ, അതിപ്പോ തനിക്ക് ഡെയിലി രാവിലെ ഫ്രൈഡ് റൈസും സൂപ്പും വേണം. പക്ഷെ തന്റെ വീട്ടിലാണെങ്കിൽ പുട്ടും കടലക്കറിയേ ഉള്ളൂ. താൻ എന്ത് ചെയ്യും? ഞാനൊരു പ്രശ്നം ഉണ്ടാക്കാതെ പുട്ടും കടലക്കറിയും കഴിക്കും. അല്ലേ? ഞാനും അത്ര ചെയ്തുള്ളൂ. പപ്പയ്ക്കും അമ്മയ്ക്കും എന്നെ MBBS വിടാനായിരുന്നു താല്പര്യം. പക്ഷെ എനിക്ക് ഫാഷൻ ഡിസൈനിങ്. അവസാനം റോഷൻ റെക്കമെൻഡ് ചെയ്തിട്ടാണ് അവരതിന് സമ്മതിച്ചത്. ആരാ റോഷൻ? റോഷൻ ഒരു സംഭവം. ഈ മ്യൂസീഷ്യനൊക്കെ ആവുമ്പോ ഭയങ്കര റൊമാൻറ്റിക് ആയിരിക്കില്ലേ? റൊമാൻറ്റിക് ആവണമെന്നൊന്നുമില്ല. എന്നാലല്ലേ ട്യൂണൊക്കെ വരൂ. താൻ റൊമാൻറ്റിക് ആണോ? അങ്ങനൊന്നുമല്ല. അപ്പൊ ബോയ് ഫ്രണ്ട്സ് ഒന്നുമില്ല? അതെങ്ങനെ ഇപ്പൊ പറയാ? അപ്പൊ ഇതുവരെ ആരും പ്രപ്പോസ് ചെയ്തിട്ടില്ല? ചെയ്തിട്ടൊക്കെ ഉണ്ട്. വരുന്നവർക്കൊക്കെ മറുപടി അപ്പൊ തന്നെ കിട്ടണം. അതെങ്ങനെ പറ്റുക? അവൻ ഏതാണ്, എന്താണ്, എങ്ങനെ അവന്റെ ക്യാരക്ടർ, ഇതൊക്കെ മനസ്സിലാക്കി തിരിച്ചൊരിഷ്ടം തോന്നണ്ടേ? അതിനൊക്കെ ഒരുപാട് സമയമെടുക്കും. പിന്നെ വരുന്നവന്റെ ഇഷ്ടം നല്ലതാണോ ചീത്തയാണോ എന്നറിയാൻ ചുമ്മാ വട്ടം കറക്കും. ഒരു 10-20 ദിവസം പുറകെ നടക്കും. പിന്നെ വേറൊരുത്തിനെ നോക്കി പോവും. ഇതേ ഞാൻ കണ്ടിട്ടുള്ളൂ. പക്ഷെ എല്ലാരും അങ്ങനെയല്ല. ഞാൻ വിശ്വസിക്കില്ല. ഇയാൾക്ക് ലവറൊന്നുമില്ല? എന്നോട് ഇതുവരെ ഒരു പെണ്ണു ഇഷ്ടമെന്ന് പറഞ്ഞിട്ടില്ല. അതെന്താ? അതെന്താണെന്നറിയാൻ ഞാൻ ഒരു ദിവസം ഒരു പെണ്ണിന്റെ അടുത്ത് ചോദിച്ചു നോക്കി. അപ്പൊ അവൾ എൻ്റെ അടുത്ത് പറയാ, എന്നെ കാണാൻ നല്ല സുന്ദരനാണല്ലോ, അപ്പൊ എനിക്ക് വേറെ ലവർ ഉണ്ടെന്ന് അവള് വിചാരിച്ചു. എന്തായാലും നമ്മൾ 6 കിലോമീറ്റർ നടന്നു. 6 kilometers. സോറി, വലിയ മ്യൂസിഷ്യൻ ആവുമ്പോ നാളെ നട്ടപ്പാതിരയ്ക്ക് 6 കിലോമീറ്റർ നടത്തിച്ചു. താങ്ക്സ്. എനിക്ക് വേണ്ടി ഈവനിങ് സ്പെൻഡ് ചെയ്തതിന്. ആക്ച്വലി റോഷൻ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഇയാളെ ബുദ്ധിമുട്ടിക്കില്ലായിരുന്നു. എന്നാ ഞാൻ പൊക്കോട്ടെ?